നമസ്കാരം. ലോകത്തിന്റെ എണ്ണക്കടലിന് മുകളിലൂടെ വീണ്ടും യുദ്ധത്തിന്റെ കരുതേറി വീഴുകയാണ്. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ വെടിയൊച്ചകൾ മുഴങ്ങുമ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയതും അപകടകരവുമായ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ സൈനികാക്രമണത്തിന് പിന്നാലെ ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി ടെഹ്റാൻ രംഗത്തെത്തി. വെറും രണ്ട് രാജ്യങ്ങളുടെ ഏറ്റുമുട്ടൽ എന്നതിലുപരി ലോകത്തെ എണ്ണവിലയും കടൽ ഗതാഗതവും സാമ്പത്തിക സ്ഥിരതയും വരെ ബാധിക്കാവുന്ന പ്രതിസന്ധിയായാണ് ഈ സംഭവ വികാസത്തെ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടതിനെ തുടർന്ന് മുന്നറിയിപ്പും ഭീഷണികളുമായി യുഎസും ഇറാനും. വ്യാഴാഴ്ച ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഒരു വാണിജ്യ കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി അമേരിക്കൻ സൈന്യം ശനിയാഴ്ച ശക്തമായി തിരിച്ചടിച്ചിരുന്നു. പിന്നാലെയാണ് ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് ദുഃഖിക്കേണ്ടി വരുമെന്ന ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ചയാണ് ഹോർമുസിൽ തായ്വാന്റെ കണ്ടെയ്നർ കപ്പലിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാന്റെ താൽപര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും പുറത്തുള്ളവരെ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പു നൽകാൻ കഴിയില്ല എന്നായിരുന്നു ഇറാന്റെ വാദം. പിന്നാലെയാണ് ശനിയാഴ്ച പുലർച്ചെയോടെ ഇറാനു നേരെ യുഎസ് വ്യോമാക്രമണം നടത്തിയത്. ഹോർമുസിൽ ഇനിയും ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണം തുടർന്നാൽ അതിന്റെ പ്രത്യാഘാതം വളരെ രൂക്ഷമായിരിക്കുമെന്നും യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് എക്സിലൂടെ മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളും റഡാർ സംവിധാനങ്ങളും തകർത്തതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. എന്നാൽ ചർച്ചകൾക്കിടയിലാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചതെന്നും യുഎസിനെ പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും പിൻവാങ്ങേണ്ടി വരുമെന്നുമാണ് ഇറാന്റെ പാർലമെന്ററി ദേശീയ സുരക്ഷാ കമ്മീഷൻ അധ്യക്ഷൻ ഇബ്രാഹിം അസീസി ശനിയാഴ്ച പറഞ്ഞുവെച്ചത്. മുൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർ കൂടിയായ അസീസി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഹോർമുസിൽ ചരക്ക് കപ്പലിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതിനു പിന്നാലെ രൂക്ഷമായ പ്രതികരണവുമായാണ് ട്രംപ് രംഗത്ത് വന്നത്. ഇത്തരം അതിക്രമങ്ങൾ വെടിനിർത്തൽ കരാറിന് വിരുദ്ധമാണെന്നും ആക്രമണത്തെ വെടിനിർത്തൽ കരാറിന്റെ ബുദ്ധിശൂന്യമായ ലംഘനമെന്നുമാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. എന്നാൽ ട്രംപ് ചർച്ചകളുടെ തത്വങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ഇത്തരം കുറ്റപ്പെടുത്തൽ നയം ഇനി നടപ്പില്ല എന്നും അസീസി വ്യക്തമാക്കി. ചർച്ചകൾക്കിടയിൽ യുഎസ് വീണ്ടും ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. പരാജയപ്പെട്ട യുഎസ് പ്രസിഡന്റ് തത്വങ്ങളോ വെടിനിർത്തലോ പാലിക്കുന്നില്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. വെടിനിർത്തലിന്റെ ഈ ലംഘനം പതിവ് പോലെ അവരുടെ ഭാഗത്ത് നിന്ന് പിൻവാങ്ങലിനും പശ്ചാത്തലത്തിനും കാരണമാകുമെന്നാണ് അസീസി എക്സിൽ കുറിച്ചത്. ഇറാനിലെ യുഎസ് ആക്രമണത്തിന് മറുപടിയായി മേഖലയിൽ ഉടനീളമുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായി IRGC അറിയിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു അസീസിയുടെ ഈ പ്രതികരണമുണ്ടായത്. അതേസമയം ആക്രമണത്തിലൂടെ തന്നെ മറുപടി നൽകുമെന്നാണ് യുഎസിന്റെ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് പ്രതികരിച്ചത്. ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടതാണ്, ഞങ്ങൾ അത് പാലിക്കുകയും ചെയ്യുന്നു. കരാർ നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഫോണിലൂടെ സംസാരിക്കാമായിരുന്നു. എന്നാൽ അക്രമത്തിന് അക്രമം കൊണ്ട് തന്നെ മറുപടി നൽകുമെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ശനിയാഴ്ചത്തെ ആക്രമണത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന ചരക്കു കപ്പലായ MV എവർ ലവ്ലിക്ക് നേരെ ജൂൺ 25-ന് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് യുഎസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ചർച്ചകളിൽ യുഎസും ഇറാനും ഏർപ്പെട്ടിരിക്കുന്ന നിർണായക സമയത്താണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നതെന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ച വെടിനിർത്തലിനെ തുടർന്ന് ഒരു സമഗ്രമായ അന്തിമ കരാറിലെത്തുന്നതിനായി ഇരുപക്ഷവും ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ഒരു ചെറിയ സൈനിക നടപടി പോലും ആഗോള വിപണിയെ വിറപ്പിക്കാനും പുതിയ യുദ്ധഭീഷണി ഉയർത്താനും ശേഷിയുള്ള സാഹചര്യത്തിലാണ് നിലവിൽ പശ്ചിമേഷ്യ. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ മുന്നറിയിപ്പ് ലോകത്തെ മറ്റൊരു അനിശ്ചിതത്വത്തിന്റെ വക്കിലെത്തിക്കുമോ? ഹോർമുസ് കടലിടുക്ക് വീണ്ടും സംഘർഷത്തിന്റെ തീപ്പൊരിയാകുമോ? ഉറ്റുനോക്കുകയാണ് ലോകം മുഴുവൻ.